അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയിലുള്ള ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കനൊന്നും ഫ്രൈ ചെയ്യാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കിലോ അരിയാണ് ഇപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. അത് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. കൈമ റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 4.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 സവാളയോളം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കി സവാള അതേ ഓയിലിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊരുവിധം വഴണ്ട് വരുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു ബേ ലീഫും അത് ഞാൻ ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു 2 ചെറിയ തക്കാളിയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനൊരു 1/2 നാരങ്ങയുടെ നീരാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി അരപ്പെല്ലാം കൂടി അതിലോട്ട് മിക്സ് ചെയ്യത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഒരുവിധം ഇവിടെ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പേ ഒഴിക്കുന്നുള്ളൂ. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആ വെള്ളമൊക്കെ ഡ്രൈ ആയി ആ അരപ്പിൽ മിക്സായി വരണം. നമുക്കിവിടെ ഇനി ചോറ് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ 4.5 കപ്പ് അരിക്ക് 9 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ബേ ലീഫും ഗ്രാമ്പൂ ഏലക്ക പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മൂടി വെച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം വെള്ളമൊക്കെ ഡ്രൈ ആയി നല്ലതുപോലെ അരപ്പെല്ലാം ആ ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. അതിനായിട്ട് കുറച്ച് ചോറ് ഞാൻ അതിൻ്റെ ബേസിലിട്ടതിന് ശേഷം അടുത്ത ലെയറായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടോ റൈസിൻസോ ഉള്ളിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിയിൽ ഒരു പാൻ വെച്ചതിന് ശേഷമാണ് ഇത് ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാവും. 10-20 മിനിറ്റ് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല.
ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.